ഇന്നലെ ഇടതുപക്ഷം ചെയ്തത് എന്താണ്? രാവിലെ അവധി ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ബാധിക്കുമെന്നുള്ള വിഷയം ശക്തമായ സമ്മർദ്ദമായി വന്നപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി അവധി പ്രഖ്യാപിക്കുന്നു. അവധി പ്രഖ്യാപിച്ചത് LDFന് അനുകൂലമാകുമെന്ന് കണ്ടുകൊണ്ട് UDF പറയുന്നു അത് മറ്റൊരു പ്രീണനമാണ്, അവരുടെ രാഷ്ട്രീയമാണ്, അത് മുസ്ലിം സമുദായത്തെ അവഹേളിക്കലാണ്. അവിടെയും കോൺഗ്രസ് ആ പ്രീണനത്തിന് തന്നെ ശ്രമിക്കുന്നു. ഞങ്ങൾ ഈ ഒരു പ്രീണനത്തുമില്ല, ഞങ്ങൾ ആ പ്രീണനത്തിന് നമുക്ക് താല്പര്യമില്ല. ഇവിടെ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുക എന്നുള്ള അതിൻ്റെ ആശാന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ നിലമ്പൂരിൽ ചർച്ച എന്താ? നിലമ്പൂരിലെ ഭൂരിപക്ഷ സമുദായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മുസ്ലിം ഭൂരിപക്ഷമുണ്ട്. ആ മുസ്ലിം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് എങ്ങനെ പിടിക്കുക എന്നുള്ള ചർച്ച മാത്രമേ LDFന് UDFന് ഉള്ളൂ. അതിനുവേണ്ടി ബക്രീദിനെ പോലും വിറ്റ് കാശാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും UDFനോടും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവർ കാണിക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന ഈ UDFൻ്റെ നേതാക്കന്മാർ സ്വന്തം സമുദായത്തോട് ആത്മാർത്ഥത കാണിക്കണ്ടേ? അവർ അതിനെ രാഷ്ട്രീയമായി കാണണോ?